രാജീവ് ഗാന്ധിയുടെ അകാലത്തിലുള്ള രക്തസാക്ഷിത്വം, നഷ്ടം, ഇന്ത്യക്കുണ്ടാക്കിയിട്ടുള്ള ആഘാതവും നഷ്ടവും എത്രയെന്ന് വാക്കുകൾ കൊണ്ട് പറയാൻ പ്രയാസമാണ്. കാലം ചെല്ലുന്തോറും അദ്ദേഹം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇന്ത്യ എന്താകുമായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്തായിരിക്കും ആലോചിക്കും തോറുമാണ് അദ്ദേഹത്തെ നഷ്ടബോധം നമുക്കുണ്ടാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നഷ്ടം ജീവിതാന്ത്യം വരെ മനസ്സിൽ ഒരു മുറിവായിരിക്കും. ഞാൻ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോയാൽ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിൽ ഞാൻ കേരളത്തിലേക്ക് മടങ്ങുമായിരുന്നു. കാരണം എനിക്ക് കേരളം ഇഷ്ടമാണ്. ഡൽഹി അത്ര താല്പര്യവുമില്ല. അങ്ങനെയുള്ള എന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫോൺ കോളാണ്, നിർബന്ധമായും ഡൽഹിയിൽ വരണം എന്നൊരു ടെലിഫോൺ കോളാണ് ഞാൻ ഡൽഹിക്ക് എത്താൻ കാരണം. ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം എന്നെ ഇന്ദിരാഗാന്ധിയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഇന്ദിരാഗാന്ധി എന്നോട്, ഇന്ദിരാഗാന്ധി എന്ന് കോൺഗ്രസ് പ്രസിഡന്റാണ്, ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ജനറൽ സെക്രട്ടറി ആയി. GK മൂപ്പനാർ ഉൾപ്പെടെയുള്ള അധികാരിമാരുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ സാക്ഷ്യത്തിന് ശേഷം 3 വർഷത്തോളം രാജീവ് ഗാന്ധിയുടെയും ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഓർമ്മകൾ എനിക്കൊരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. ഇതെൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഇന്നത്തെ സമകാലിക ഇന്ത്യയിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ രാജീവ് ഗാന്ധിയെ പോലുള്ള ഒരു മഹാനായ പ്രധാനമന്ത്രി ജീവിച്ചിരുന്നോ എന്ന് പുതിയ തലമുറ അതിശയിച്ചു പോകും. ഇന്നത്തെ ഭരണാധികാരികൾ പാർട്ടി താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ധ്രുവീകരിക്കാനും സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? അദ്ദേഹം ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പാർട്ടി താല്പര്യത്തെക്കാൾ രാജ്യ താല്പര്യത്തിന് മുൻതൂക്കം നൽകിയ ഒരു പ്രധാനമന്ത്രി, അങ്ങനെയും ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കുഴപ്പങ്ങളുണ്ടായിരുന്നു. പഞ്ചാബിൽ ദിവസവും തീവ്രവാദികളുടെ വെടിയേറ്റ് നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുകയായിരുന്നു. രാജീവ് ഗാന്ധി തീരുമാനിച്ചു, എന്തൊക്കെ നഷ്ടം വന്നാലും രാജ്യത്ത് നിരപരാധികളുടെ രക്തം ഒഴുകാൻ സാധ്യമല്ല, രാജ്യസമാധാനം പുലർന്നു. ആ ശ്രമത്തിനിടയിൽ തനിക്കും തൻ്റെ പാർട്ടിക്കും അല്പം പരിക്ക് പറ്റിയാലും പരിക്ക് പറ്റട്ടെ എന്ന് തീരുമാനിച്ച അദ്ദേഹം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗിനെ പഞ്ചാബിലെ ഗവർണറാക്കി. ഒരേ ഒരു ദൗത്യം, പഞ്ചാബിൽ സമാധാനം സ്ഥാപിക്കണം, അത് മാത്രം ദൗത്യം.
ആ ദൗത്യം അർജുൻ സിംഗ് വിജയകരമായി നിർവഹിച്ചു. ദീർഘമായ ചർച്ചയ്ക്ക് ശേഷം അകാലിദൾ നേതാവായിരുന്ന ലോങ്കവാളുമായി അദ്ദേഹം ഒരു കരാറുണ്ടാക്കി. അകാലിദളുമായും അകാൽ തക്കുമായും അങ്ങനെ സമാധാനമുണ്ടായി.